കഴിഞ്ഞ വീഡിയോയുടെ ഒരു കണ്ടിന്യൂവേഷൻ എന്നോണം പറയുകയാണ് കേട്ടോ. അക്ബർ ഇന്ന് അനീഷിനെതിരെ കളിച്ച ആ ഒരു ഗെയിം, സുപ്രഭാതം എടുത്തിട്ട് കളിച്ച ഗെയിം, അത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അത് പേഴ്സണൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ, ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സണൽ ഗെയിം അല്ല. അത് മലയാളി സമൂഹത്തെ തന്നെ ടാർഗറ്റ് ചെയ്ത് കളിച്ച ഒരു പേഴ്സണൽ ഒരു ഗെയിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എന്താണ്, ഇത് ഇങ്ങനൊരു കാര്യം എടുത്തിട്ട് ഇത് ഫൈറ്റ് ഉണ്ടാക്കുന്നതിനോട് അക്ബർ കളിച്ചത് എന്താണ്, അനീഷിന്റെ ഗെയിമിനെ സപ്പോർട്ട് ചെയ്ത് ആ ഒരു ഗെയിമിനെ വേറൊരു തലത്തിലേക്ക് എത്തിക്കുകയാണ് അക്ബർ ചെയ്തത്. അത് എന്താണെന്ന് ഞാൻ പറയാം. അനീഷ് സുപ്രഭാതം എന്ന് പറയുന്നത് ആ ഒരു ചെറിയൊരു കാര്യത്തിൽ പോലും നമുക്ക് അങ്ങനെ ഒരു ഇംഗ്ലീഷ് വേണ്ട, ഒരു ഫോറിൻ വേർഡ് അങ്ങനെ പറയണ്ട, ഗുഡ് മോർണിംഗ് എന്നുള്ളൊരു കാര്യം അത് പറയണ്ടെന്ന് അനീഷ് വിചാരിച്ചിട്ടൊന്നും അല്ല. അനീഷിന്റെ വായിന്ന് വളരെ നാച്ചുറൽ ആയിട്ട് വന്നൊരു കാര്യമാണെന്നാണ് അനീഷ് ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നത്. അത് സുപ്രഭാതം എന്ന് അനീഷ് വളരെ നാച്ചുറൽ ആയിട്ട് പറഞ്ഞാണ്. പ്രോഗ്രാംസ് വരെ ഉണ്ടായിട്ടുണ്ട്, ഏഷ്യനെറ്റിൽ തന്നെ സുപ്രഭാതം എന്ന് പറഞ്ഞ പ്രോഗ്രാംസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അനീഷ് അത് വളരെ നാച്ചുറൽ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ഇതിനെ ഗെയിമായിട്ട് എടുത്തത് അക്ബറാണ്. ഇതിനെ ഗെയിമാക്കി മാറ്റിയത് അക്ബറാണ്. അനീഷ് പറഞ്ഞ ആ ഒരു കാര്യത്തെ വളച്ചൊടിച്ച് ഒരു ഗെയിമാക്കിയത് അക്ബറാണ്. അപ്പൊ ഇതില് ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയൊരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, മലയാള വിരുദ്ധമായ ഒരു ഗെയിം അക്ബർ കളിച്ചു. ഇത് ചെറിയൊരു ഇതാണെങ്കിലും ഉണ്ടല്ലോ, ഒരു ഫൈറ്റ് ആണെങ്കിലും അത് മലയാള വിരുദ്ധമായ ഒരു ഗെയിമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഇത് ഗുഡ് മോർണിംഗ് പറയാതെ സുപ്രഭാതം പറഞ്ഞു, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ സുപ്രഭാതം പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് കണക്കാക്കേണ്ടത്? നമ്മുടെ ഭാഷയെ ഒരാള് അധിക്ഷേപിക്കുന്നു. ഇത് തമിഴോ അല്ലെങ്കിൽ പറഞ്ഞ കന്നഡയോ വല്ലതും ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇത് വലിയൊരു വിവാദമായേനെ. അത്രയ്ക്ക് ഭാഷാ സ്പിരിറ്റുള്ള ആളുകളാണ് അവരൊക്കെ. പക്ഷെ മലയാളികൾ അത്രത്തോളം ഭാഷാ സ്പിരിറ്റുള്ള ആളുകളല്ല. അതുകൊണ്ട് ഇത് മിക്കവാറും വിടുമായിരിക്കും. ഇത് ഒരു വിവാദമാവില്ല. എനിക്ക് വിവാദമാക്കാൻ വേണ്ടിയുമല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷെ ഇതിൻ്റെ അകത്തൊരു അപകടം എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള ഒരു മലയാള വിരുദ്ധമായ, ഒരു ഭാഷാ വിരുദ്ധമായ ഒരു ഗെയിം ഇതിനകത്ത് കളിച്ചിട്ടുണ്ട്. അത് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് മലയാളികൾ വേറെ ആരെയും പോലെ അല്ല എന്ന് നല്ലപോലെ അറിഞ്ഞു വെച്ചിട്ട് തന്നെ ഒരു മലയാള വിരുദ്ധ ഗെയിം കളിച്ചതാണ് അനീഷിനെതിരായിട്ട്. അല്ലേ പിന്നെ മലയാളികൾ മണ്ടന്മാരാണെന്ന് വിചാരിച്ച് ഗെയിം കളിക്കണം. എന്തു തന്നെയാണെങ്കിലും ഉണ്ടല്ലോ, ഇത് എനിക്ക് തീരെ പിടിച്ചില്ല. ഈ ഒരു കാര്യം എടുത്തിട്ട് അക്ബർ ഫൈറ്റ് ഉണ്ടാക്കിയത് എനിക്ക് തീരെ പിടിച്ചില്ല. ഒരുപാട് വിഷയങ്ങൾ വെച്ച് ഫൈറ്റ് ഉണ്ടാക്കാമായിരുന്നു. അനീഷിനെതിരെ തന്നെ ഒത്തിരി വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ആര്യന്റെ കേസ് പറഞ്ഞ് തന്നെ അക്ബറിന് ഇഷ്യൂ ഉണ്ടാക്കാമായിരുന്നു. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇഷ്യൂ ഉണ്ടാക്കാമായിരുന്നു. എപ്പോഴും ഉണ്ടാക്കുന്നതാണല്ലോ, അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് അനീഷിനെ മെക്കിട്ട് കയറാനുള്ളതാണ്. പക്ഷെ മലയാളം എന്നുള്ള ഒരു ആസ്പെക്ട് അതിലേക്ക് കൊണ്ടുവന്ന്, സുപ്രഭാതം എന്നുള്ളൊരു ആസ്പെക്ട് അതിലേക്ക് കൊണ്ടുവന്ന് വെറുതെ അനീഷിന്റെ മെക്കിട്ട് കയറിയത് ഭാഷാ വിരുദ്ധമായ ഗെയിമാണ്. നമ്മള് തമിഴരെ പോലെയോ ഒന്നും അല്ലാത്തത് കൊണ്ട് മാത്രം അക്ബർ കളിച്ചൊരു ഗെയിമാണ്. അത് നല്ലപോലെ അറിഞ്ഞു വെച്ചുകൊണ്ട് മാത്രം കളിച്ചൊരു ഗെയിമാണ്.